പലരും ചോദിക്കാറുണ്ട് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വേർഡുകൾ, ചില സ്പെഷ്യലിസ്റ്റുകൾ. ENT സ്പെഷ്യലിസ്റ്റിന് എന്താ പറയുക? ENT സ്പെഷ്യലിസ്റ്റിന് അറബിയിൽ ഹെഞ്ചറ എന്ന് പറയാം. ഹെഞ്ചറ, അഹ്സായി അൽ ഹെഞ്ചറ. അത് പുതിയൊരു വേർഡല്ലേ അത്. അഹ്സായി അൽ ഹെഞ്ചറ എന്ന് പറയാം. ഓക്കെ. അതേപോലെ തന്നെ കാർഡിയോളജിസ്റ്റിന് എന്താ പറയുക? അഹ്സായി അൽ ഗൽബ്. അഹ്സായി അൽ ഗൽബ്. കൽബ് എന്നാണ് യഥാർത്ഥത്തിൽ. കൽബ് എന്നാൽ ഹൃദയം എന്നാണ് അർത്ഥം. അത് കെൽബ് എന്ന് വായിക്കരുത്. ഒരാളൊരു ഡോക്ടർ ഒരു രോഗിയോട് ചോദിച്ചു, കേഫ് കൽബ് എന്താന്ന് ചോദിച്ചു. അൻത്തെ കൽബ് കേഫ് ചോദിച്ചു. അയാൾ പറഞ്ഞു അന കൽബ് കോയ്സ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നിൻ്റെ നായ എങ്ങനെയെന്നാ ചോദ്യം. ഉത്തരം എൻ്റെ നായ സൂപ്പറാണെന്നാണ്. പക്ഷെ അയാൾ ചോദിച്ചതിലെ ഉദ്ദേശം നിങ്ങളുടെ ഹൃദയത്തിന് വല്ല പ്രശ്നമുണ്ടോ, നിങ്ങളുടെ ഹാർട്ടിന് പ്രശ്നമുണ്ടോ? അയാൾ ഹാർട്ടിന് പ്രശ്നമില്ല. ചോദ്യവും ഉത്തരം വിചാരിച്ച അങ്ങനെ തന്നെ. പക്ഷേ തെറ്റിപ്പോയി, വാക്കുകൾ തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ. കാരണം അറബികൾ നമ്മളെന്താണോ പറയുന്നത്, നമ്മൾ ഏത് പ്രൊനൗൺസിയേഷനാണ് യൂസ് ചെയ്യുന്നത്, അവർ അതേപോലെ മറുപടി പറയുകയാണ്. അതൊരു തെറ്റായ നടപടിയാണെന്ന് ഞാൻ അറബിയോട് പറയാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് 2 കാർഡിയോളജിസ്റ്റാണ്. മൂന്നാമത്തെ ഓർത്തോ. ഓർത്തോക്ക് എന്താ പറയുക? ഓർത്തോ വെച്ചോളൂ എന്നൊക്കെ പറയുന്നതല്ലേ. ഓർത്തോ പറഞ്ഞാൽ എല്ലിന് സ്പെഷ്യലിസ്റ്റ്. അത് അഹ്സായി അൽ ഇളാം എന്ന് പറയാം. എന്താണ് അഹ്സായി അൽ ഇളാം? ഇളാം എന്ന് പറഞ്ഞാൽ എല്ലിനാണ് ഇളാം എന്ന് പറയാം. ഇളാം മനുഷ്യ ശരീരത്തിലെ ഇളാമും ലഹ്മും ദമും, അതാണ് മെയിൻ കണ്ടന്റ്. ഇളാം എന്നാൽ എല്ലുകളാണ്, ലഹ്മ എന്നാൽ മാംസമാണ്, ദം എന്നാൽ രക്തമാണ്. അതൊന്ന് അറിഞ്ഞാൽ നന്നായിരിക്കുമല്ലോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഓക്കെ. അപ്പം നമ്മൾ 3 നമ്മൾ പഠിച്ചു. ഒന്ന് അഹ്സായി അൽ ഹെഞ്ചറ. അഹ്സായി അൽ ഹെഞ്ചറ എന്നാൽ എന്താണ്? ENT സ്പെഷ്യലിസ്റ്റാണ്. അഹ്സായി അൽ ഗൽബ് എന്ന കാർഡിയോളജിസ്റ്റാണ്. അഹ്സായി അൽ ഇളാം എന്നാൽ എന്താണ്? ഓർത്തോ ആണ്. അഹ്സായി അൽ ജിൽദ് ആൻഡ് സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. അഹ്സായി അൽ ജിൽദ് സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. അഹ്സായി അൽ ജിൽദ് എന്ന് പറയാം. ഓക്കെ. ഇങ്ങനെ ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതോടൊപ്പം തന്നെ ചിലർ ചോദിച്ചിരുന്നു രോഗത്തിന് എന്താ പറയുക? മറദ് എന്ന് പറയും. അപ്പോൾ പിന്നെ തഅബാൻ എന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മൾ പറയുമ്പോൾ എനിക്ക് സുഖമില്ല എന്ന് പറയുന്ന അന തഅബാൻ എന്ന് പറഞ്ഞാൽ മതി. അന മരീദ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു സിക്കാണ്, വലിയൊരു രോഗത്തിന് മരീദ്. മറദ് രോഗവും മരീദ് രോഗിയുമാണ്. മറദ് രോഗം, മരീദ് രോഗിയാണ്. ഓക്കെ. ഇത്തരം വാക്കുകൾ നിങ്ങൾക്കറിയുന്നതിന് അറബിക്യൂന് എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മളൊരു പുതിയ വെബിനാറുകൾ, ഫ്രീ വെബിനാർ നൽകുന്നുണ്ട് മെഡിക്കലുമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മഅസ്സലാമ.